ബിപിൻ ചന്ദ്രയും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. അതാരും പറഞ്ഞില്ല. അതിലെനിക്ക് പ്രതിഷേധവുമുണ്ട്. അത് പറയാം. എൻ്റെ പുസ്തകവും നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബിപിൻ ചന്ദ്രയുടെ പുസ്തകവും നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകം ഒരു ഭാഷയിലല്ല, ഇന്ത്യയിലെ 11 ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറിയ റെമ്യൂണറേഷനേ അതിന് കിട്ടുള്ളൂ, ചെറിയ പ്രതിഫലം. പക്ഷെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്തോ എൻ്റെ ഭാഗ്യം. ബിപിൻ ചന്ദ്രയുടെ പുസ്തകം ആദ്യം അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്, ബേബി പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനം. ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്, കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി പോയി, നെഹ്റു പോയി, മൗലാന ആസാദ് പോയി, എന്തിന് ചാൾസ് ഡാർവിൻ വരെ പോയിരിക്കുന്നു. അവർ തീരുമാനിക്കും. അത് എല്ലാവരും പഠിച്ചോളുക, അതിലപ്പുറം വേറെ ഒന്നുമില്ല. അവർ ഇപ്പോൾ ബിപിൻ ചന്ദ്രയുടെ ഈ പുസ്തകവും വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവർ നിരോധിച്ചിട്ടൊന്നുമില്ല, നിരോധിക്കുവാനും അവർക്ക് കഴിയും. നാളെ അങ്ങ് സംഭവിച്ചാൽ ഞാനതിൽ അത്ഭുതപ്പെടുകയുമില്ല. പക്ഷേ അതിലും രസകരമായി ഒരൊച്ചപ്പാടുമില്ലാതെ ഈ കർമ്മം അവർ നിർവഹിച്ചു. വിൽക്കേണ്ട എന്നവർ തീരുമാനിച്ചു. ഒച്ചപ്പാടൊന്നുമില്ല. നെഹ്റു, ബേബി പറഞ്ഞു ഇത് അവരെന്ത് ചെയ്തു എന്ന്. ഞാൻ പറയും, ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിലേക്ക് നല്ല പൈസ കിട്ടും. പടക്കം പൊതിയാൻ പഴയ കടലാസ് വേണം. ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തിലെ കടലാസ് കൊണ്ടായിരിക്കും ഇപ്പോഴും പടക്കം പൊതിയുന്നത്. എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അയാൾ കവിയൊന്നും ആയിട്ടില്ല. ജീവിതം കൊണ്ട് മഹത്തായ കവിത എഴുതിയ ഒരു മാന്യനായിരുന്നു. പേര് ഗാന്ധി. MK ഗാന്ധി എന്നാണ് അദ്ദേഹം എഴുതി ഒപ്പിടുക. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം ജീവിതം മുഴുവനും മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു, പാടി. ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. ഒരു സിനിമ. അത് വിജയഭട്ടിൻ്റെ രാമരാജ്യമായിരുന്നു. ഒരൊറ്റ സിനിമ. അത് കാണാൻ, അത് വിജയഭട്ടിൻ്റെ ഇതെന്നോ പ്രേമദീപും കൂട്ടരുമാണ്. പ്രേമദീപ് മുസ്ലിമാണ്. അതൊന്നുമല്ല ഗാന്ധി അത് കാണാൻ കാരണം. ഗാന്ധിയുടെ ഇഷ്ടദൈവമായ ശ്രീരാമനെ കുറിച്ചിട്ടാണ് ആ സിനിമ. ആ ഒറ്റ കാരണം കൊണ്ട് തീരുന്നത് വരെ ഇരുന്ന് ഗാന്ധി ആ സിനിമ കണ്ടു. അദ്ദേഹം മരിക്കുമ്പോൾ 2 വാക്കേ ശബ്ദമേ ഉച്ചരിച്ചിട്ടുള്ളൂ. മരിക്കുമ്പോൾ അന്ത്യശ്വാസം, ഹേ റാം, ഹേ റാം. ഇപ്പോൾ ഇന്ന് അയോധ്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി PT ഉഷയാണ്. ഉഷ ഏതൊക്കെ ശ്രീരാമനെക്കുറിച്ചാണ് വായിച്ചിട്ടുള്ളത്, ഏതൊക്കെ തുഞ്ചത്തെഴുത്തച്ഛന്മാരുടെ അധ്യാത്മരാമായണങ്ങളാണ് വായിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം സുഹൃത്തുക്കളെ അറിയാം, അത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ്. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത്. സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് വർദ്ധിക്കാനാണ് എല്ലാവിധ ചാൻസുകളും. അത് വർദ്ധിക്കാനാണ്. പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും. അന്നത്തെ ഏറ്റവും വലിയ തുറുപ്പിശീട്ട് ഈ ശ്രീരാമൻ്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കും. യാതൊരു സംശയവുമില്ല. MA ബേബിയൊക്കെ സൂക്ഷിച്ചു കൊള്ളട്ടെ.
വളരെ വളരെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഈ തുറുപ്പ് ചീട്ടും വെച്ചുകൊണ്ടായിരിക്കും അവരുടെ കളി. എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയുന്നില്ല.